കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാരോടും ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴും അവളുടെ മനസ്സ് മറ്റെവിടെയോ പോയിട്ടുണ്ടാവും. ചിലപ്പോ വേറൊരു ലോകത്തുനിന്ന് പൊട്ടി വീണതുപോലെ നമ്മളിങ്ങനെ തുറച്ചു നോക്കും. മറ്റു ചിലപ്പോ ചെയ്ത ജോലികൾ ആവർത്തിച്ച് ചെയ്തോണ്ടേയിരിക്കും. അത് ചെയ്തതായിട്ട് അവളുടെ മനസ്സിൽ ഓർമ്മയില്ല. ചായ തിളയ്ക്കാനിട്ട അത് മൊത്തം ആവിയായി പോവും. കഴിഞ്ഞ ദിവസം ഗ്യാസിന്റെ മണം വന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോ ഗ്യാസും തുറന്നു വിട്ട് എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുക. എന്റെ ഭഗവതി, ഒരു തീപ്പെട്ടിക്കൊള്ളി ആരെങ്കിലും ഒരച്ച തീർന്നില്ലേ? എന്റെ ഭഗവതി, ഈ കുഞ്ഞിത് എന്ത് വിചാരിച്ച? ഒന്നും വിചാരിക്കാൻ അതിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാ സത്യം. ഇപ്പൊ നടക്കുന്ന ഒരു സംഭവങ്ങളും അവളുടെ മനസ്സിനെ സ്പർശിക്കുന്നില്ല. ഈ ചേമ്പിലയിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ ഒരടയാളം ഉണ്ടാക്കാതെ അതങ്ങ് മാഞ്ഞു പോവും. അവളെല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഒരിടത്തും ഇല്ല എന്നുള്ളതാ സത്യം. ഞാൻ ചെന്ന് വിളിച്ചു നോക്കട്ടെ? വേണ്ട രാജി, അവക്ക് സങ്കടമില്ലാന്ന് നമ്മളെ ധരിപ്പിക്കാനാ ചിരിച്ചോണ്ട് നടക്കുന്നത്. അതൊരു മുഖംമൂടിയാണെന്ന് നമ്മളെ തിരിച്ചറിഞ്ഞു എന്ന് അവള് മനസ്സിലാക്കിയാൽ അവള് പിന്നെ തകർന്നു പോവും. അടക്കി നിർത്തിയതൊക്കെ പിന്നെ എങ്ങനെ പൊട്ടി പുറത്തേക്ക് വരിക എന്നറിയില്ല. കുറച്ചു കാലം എടുത്തിട്ടായാലും ആ മനസ്സിലെ മുറിവുണങ്ങാൻ കാത്തിരിക്കാനേ നമുക്ക് പറ്റൂ. നീ ചെന്ന ഹോട്ടലിലെ കാര്യങ്ങൾ നോക്ക്. ചെല്ല് രാജി. ഈശ്വര കാത്തോണേ. ഓക്കെ, ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. വിജയലക്ഷ്മി, വിജയലക്ഷ്മി. വരുന്നേട്ടാ. നീ ഇതുവരെ റെഡിയായില്ലേ? പുലർച്ചെ പോണോന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ഒരു 10 മിനിറ്റ്. ഇപ്പൊ തിരിച്ചാ അധികം രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താം. പിന്നെ രാജീവിനെ വിളിച്ചോ? ഇല്ല, അവൻ എഴുന്നേറ്റോ നോക്കട്ടെ. പിന്നെയും താമസമാണല്ലോ. രാജീവേ, മോനെ രാജീവേ, എടാ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്ക്. എഴുന്നേറ്റ് റെഡിയാവ്. എവിടെ പോവാനാ? നമ്മള് തക്കലയിലേക്ക് തിരിച്ചു പോകുന്നു. നീ എന്താന്നും പറയാത്തെ? അതെന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ ലീവിലല്ലേ? പോരാത്തതിന് കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്തിനാ പറയുന്നേ? ഈ നശിച്ച നാട്ടിൽ ഇനി നിക്കണ്ട മോനെ.
നമുക്ക് തക്കലേക്ക് തിരിച്ചു പോവാം. കല്യാണോ മറ്റെന്ത് കാര്യമായാലും അവിടെ ചെന്നിട്ട് ആലോചിക്കാം. നീ എന്തു പറയുന്നു? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആശ്വാസായി. അവന് നല്ല ബുദ്ധി ഉദിച്ചെന്ന് തോന്നുന്നു. ഇതുവരെ എന്റെ കൈ കെട്ടി വെച്ചത് സോറി. സോറി. അതെന്തിനാണോ? അതെ, ഒരുപാട് ആത്മകഥയൊന്നും വേണ്ട, ഭയങ്കര ബോറാവും. അതെ, പറയാനുള്ള കാര്യം മൂത്തൂക്കി പറയുന്നതാ എനിക്കിഷ്ടം. അല്ലാതെ ചിലര് ചെയ്യുന്ന പോലെ തുണിയിലും ബോർഡിലും ഒക്കെ എഴുതി വെച്ച് പോവാനല്ല. പറയാനുള്ള കാര്യം നേരെ ചൊവ്വേ പറയാൻ അറിയാത്തതുകൊണ്ടാണല്ലോ ആ കൈ ഇടിച്ചു പൊട്ടിച്ചത്. അതെ, ഇയാളുടെ ദേഷ്യം ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാ. ഓ, ഉപദേശത്തിന് നന്ദി. ഒരു പടങ്ങ് കൂപ്പല്ലേ, കൈ വേദനിക്കും. ഓരോന്നും കാട്ടിക്കൂട്ടിയിട്ടിരുന്നു ചിരിക്കുന്നുണ്ടില്ലേ. തെമ്മാടികളും റൗഡികളും ഒക്കെ ഇങ്ങനെ തന്നെയാവും, അല്ലെങ്കിൽ കാട്ടുപോത്ത്. കാട്ടുപോത്ത? ആ, ഈ കാട്ടുപോത്തിന് ദേഷ്യം വരുമ്പോഴേ മരങ്ങളൊക്കെ കുത്തി മറിച്ചിടാൻ നോക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അതാണല്ലോ ഞാൻ ഇന്നലെ കണ്ടത്. ഓ ദേ, ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്ന് അടുത്ത കൈ കൂടി ഇടിച്ച് പൊട്ടിക്കണ്ട. മരുന്നൊന്നും വെച്ച് വെട്ടിത്തരാൻ എന്നെ കിട്ടില്ല. അപ്പോ മേഡമാണ് ഇത് കെട്ടിവെച്ചത്? ഓവർ ആക്ടിങ് വേണ്ട, മര്യാദയ്ക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്നാലേ ഒരു ചായ ഇട്ട് തരാം. ആദ്യം സോറി, പിന്നെ കാട്ടുപോത്ത്. കാട്ടുപോത്ത് എന്താണ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ ഇതുവരെ റെഡിയായില്ലേ വിജയലക്ഷ്മി? ഇവന്റെ കാര്യം പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ. ആ, നീ റെഡിയായോ? അല്ല, നിനക്ക് ഡ്രസ്സൊന്നും എടുക്കാനില്ലേ? ഇല്ല. എടാ, നമ്മള് കാറിലല്ലേ പോകുന്നേ? കാറിൽ പോകേണ്ടവർക്ക് പോവാ. അതെന്താ അങ്ങനെ? ഞാൻ തൽക്കാലം തക്കലയിലേക്കില്ല. അമ്മാവൻ ഒന്നും ഓർത്തോണം, ചിദംബരം മുതലാളിയുടെ അല്ല, സാക്ഷാൽ കുബേരന്റെ മകളുമായിട്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നെങ്കിലും എനിക്കത് വേണ്ട. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടാവും, അത് ശാരിക മാത്രമാണ്.
മറ്റൊരു ആലോചനയുമായിട്ട് ഈ പടി കയറിയ ഹാളില് വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവും എന്റെ ഈ ശരീരം. ആലോചനയ്ക്കൊപ്പം അരിയുമ്പും കൂടെ കരുതിക്കോ. കൈവശം. അയ്യോ ഈശ്വര, അവനിനി എന്തെങ്കിലും അവിവേകം കാട്ടുവോ? അന്ന് കൈ മുറിഞ്ഞപ്പോ ഭക്ഷണം മാറി തന്നതുപോലെ ചായ കുടിപ്പിച്ച് തരുമെന്നായിരിക്കും വിചാരം. ആ ചായ ഒന്ന് കുടിപ്പിച്ചു തന്നാലെന്താ? അന്ന് അബദ്ധത്തിൽ കൈ മുറിഞ്ഞു അല്ലേ? ഇതിപ്പോ സ്വന്തം കയ്യിലിരിപ്പല്ലേ, അനുഭവിച്ചോ. ചായ കുടിച്ചതുപോലെയാണല്ലോ റിയാക്ഷൻ. ഇയാളെന്താ അവിടെ സിനിമ കാണുന്നു? ഓ, അതാണല്ലേ കാര്യം. ഭാവന. എനിക്ക് പക്ഷേ എന്ത് ചെയ്യാനാ തോന്നുന്നറിയോ? ഞാൻ ഇങ്ങനെ നിന്ന് ഐ ലവ് യു എന്ന് പറയും. എന്തോ കള്ളത്തരമാണല്ലോ. വേണ്ട, ചിലപ്പോ ചേട് നോക്കി പൊട്ടിക്കാൻ ആള് മടിക്കില്ല. പക്ഷെ എന്റെ ഇഷ്ടം എന്താണെന്നറിയോ? എന്താണാവോ ഇത്ര രസിക്കാനായിട്ട്? ഞാനൊന്ന് രസിപ്പിക്കട്ടെ. ചായ കുടിക്കേ. സ്വപ്നം കണ്ടല്ലേ, ക്ഷീണിച്ചിട്ടുണ്ടാവും. ഓ വേണ്ട, ഞാനേ തൽക്കാലം കുറച്ചു നാളത്തേക്ക് ചായ കുടി വേണ്ടാന്ന് വെച്ചിരിക്കുക. അതെന്താ?
ഇന്നേ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അത് പിന്നെ പറയാം, അത് സസ്പെൻസാ. ആ പിന്നെയും പറയണോന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി. ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് തരിക, എവിടെ പോവാന്ന് അന്വേഷിക്കുക. ഇയാള് പോലും അറിയാതെ പതിയെ പതിയെ ഇയാളൊരു യഥാർത്ഥ ഭാര്യയായി മാറിക്കൊണ്ടിരിക്കണോ. ഇയാളെന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പിന്നെ എനിക്കിന്ന് വീട്ടിലൊന്ന് പോണം. സത്യാമ്മയോടൊന്ന് പറഞ്ഞേക്കണം, ഞാൻ പറയാതെ പോയെന്നും പറഞ്ഞ് ചന്ദ്രഹാസം എടുക്കരുതെന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ശാരികയുടെ കല്യാണം എങ്ങനെ നടക്കുന്നുള്ളൊരു കൂടിയാലോചനയൊക്കെ നടത്തിയിട്ടേ ഇയാള് വെറുതെ ഇങ്ങനെ ശാരദമ്മനെ ടെൻഷൻ അടുപ്പിക്കരുത്. ഈടോ അതൊക്കെ നടന്നോളും. അതെ, എന്റെ അമ്മയോട് എന്ത് സംസാരിക്കണമെന്ന് ഇയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഓ, അമ്മ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ. ഓ ആയിക്കോട്ടെ. എന്നാലേ അടിയനെ വിട വാങ്ങ പോട്ടെ. ഓ സ്നേഹമുള്ള ആളാ, എന്നാലും മനസ്സിന്റെ വാതിലങ്ങ് തുറന്നു തരാൻ പറ്റില്ലല്ലോ മോനെ. ചേട്ടാ, വണ്ടി തിരിച്ചിട്ടേക്കണേ. ശാരികെ, രാജീവ് സാർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഹോസ്പിറ്റലില. ശാന്തിജി, പെട്ടെന്ന് വാ മോളെ, ഇത്തിരി സീരിയസാ. വന്നേ, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. അതെ, പറയാനൊന്നും നിന്നാ ശരിയാവില്ല. നമ്മൾ ചിലപ്പോ വൈകി പോവും. ശാന്തിജി എന്തായി കരഞ്ഞു വിളിച്ച ആൾക്കാരെ മൊത്തം അറിയിക്കല്ലേ. ബാ, ശാരദാമ്മയൊക്കെ അറിഞ്ഞ മോളെ ആശുപത്രിയിൽ വിടുന്ന കാര്യം സംശയം. വാ മോളെ, ഞാൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. ബാ. വാ വാ, കേറ്. ശാരികയില്ലേ? എത്രയാ? 100 രൂപ. അമ്മേ. ആ മോളെ, ഒറ്റയ്ക്കുള്ള മോളെ നീ? അതെ അമ്മേ, ആളിപ്പോ ഭയങ്കര ബിസിയാ. തൊഴിലന്വേഷണം അല്ലേ? നീ കളിയാക്കൊന്നും വേണ്ട. ഒരു ജോലി അന്വേഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുഞ്ഞിജി, നമ്മൾ ഹോട്ടലിൽ നടത്തിയാ ജീവിക്കുന്ന ഓർമ്മ വേണം. ഞാനേ കളിയാക്കിയിട്ടൊന്നുമില്ല. നേരത്തെ ഈ ബോധം ഉദിക്കണമെന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും തോന്നിയല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാ ഒരു ഭർത്താവിന് പിന്തുണയായി ഭാര്യ നിൽക്കേണ്ടത്. പിന്തുണയെന്ന് പറഞ്ഞാ പല രീതിയിലാവാം അമ്മേ. ഞാനൊന്ന് വാശി കയറ്റി. വാശിയുണ്ടെങ്കിൽ വിഷ്ണു ഏട്ടനെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിഷ്ണു ഏട്ടനോ? നേരത്തെ ഇയാളെന്നൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് വിഷ്ണു ഏട്ടനായോ പെട്ടെന്ന്? ഒന്ന് പോടി. ഒരുപാട് സങ്കടങ്ങള് ആ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടമ്മേ.
ഇന്നലെ രാത്രി ഭിത്തിയിലിടിച്ച് കൈയൊക്കെ പൊട്ടിച്ചു. അയ്യോ മോളെ. വലിയ കുഴപ്പമൊന്നുമില്ലമ്മ, കുറച്ചേ പൊട്ടിയുള്ളൂ. രാത്രി തന്നെ ഞാൻ മുറിവൊക്കെ ക്ലീനാക്കി മരുന്ന് വെച്ചു കൊടുത്തു. ആഹാ, അപ്പൊ അതുവരെയൊക്കെ എത്തി കാര്യങ്ങള്.